നമസ്കാരം, വീണയൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. തമിഴ്നാട് ബോർവെൽസ്, തൃശൂർ 7560850000. മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തിൽ എക്സൈസ് വകുപ്പിന്റെ പങ്ക് വിലമതിക്കാനാവാത്തതെന്ന മന്ത്രി എം പി രാജേഷ്. ജനങ്ങളുടെ വിശ്വാസം വൻതോതിൽ ആർജിക്കാൻ എക്സൈസ് വകുപ്പിന് കഴിഞ്ഞതായും മന്ത്രി. പരിശീലനം പൂർത്തിയാക്കിയ 157 പേർ കൂടി സേനയുടെ ഭാഗമായി തൃശൂർ എക്സൈസ് അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മന്ത്രി എം പി രാജേഷ് സല്യൂട്ട് സ്വീകരിച്ചു. തിരൂർ കോഞ്ചേരി റോഡിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. മുക്കാട്ടുകര സ്വദേശി 58-കാരൻ ഡേവിസ് ആണ് അപകടത്തിൽ മരിച്ചത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ 149-ാം മധ്യസ്ഥ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം. ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംബ്ലാക്കൽ മുഖ്യ കാർമ്മികനായി. ഊട്ടുസദ്യയിൽ പങ്കെടുത്ത ആയിരങ്ങൾ. ഇത്തവണ നേർച്ച ഭക്ഷണം ഒരുക്കിയത് 1.5 ലക്ഷത്തോളം പേർക്ക്. വഴിയോര വിശ്രമ കേന്ദ്രങ്ങളിൽ വൃത്തിയും ഗുണമേന്മയും പ്രധാനമെന്ന മന്ത്രി എം പി രാജേഷ്. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വൃത്തിയുള്ള ശുചിമുറികൾ എന്നത് മനുഷ്യാവകാശം. ടേക്ക് എ ബ്രേക്ക് കേന്ദ്രങ്ങൾ ഇടതു സർക്കാരിന്റെ വലിയ ജനക്ഷേമ പദ്ധതിയെന്നും മന്ത്രി. തിരുവല്ലാമലയിൽ ഒരുക്കിയ വഴിയോര വിശ്രമ കേന്ദ്രം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്ത് നാടിന് തുറന്നു നൽകി. ആംബുലൻസിന്റെ മറവിൽ ലഹരി കച്ചവടം. MDMA-യുമായി 2 പേർ ചേറ്റുവ പാലത്തിന് സമീപത്ത് നിന്ന് പിടിയിലായി. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായായിരുന്നു പരിശോധന. തൃശൂർ റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും വാടാനപ്പള്ളി പോലീസും നടത്തിയ സംയുക്ത പരിശോധനയിലാണ് ചേറ്റുവ സ്വദേശി 30-കാരൻ നസറുദ്ദീൻ, ചാവക്കാട് സ്വദേശി 24-കാരൻ അഫ്സാദ് എന്നിവർ പിടിയിലായത്. കുണ്ടന്നൂർ മുട്ടിക്കൽ ബസ് സ്റ്റോപ്പിന് സമീപം വാഹനാപകടം. നിയന്ത്രണം വിട്ട കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് കാർ യാത്രികർക്ക് പരിക്കേറ്റു. ഗുരുവായൂരിൽ നിന്നും മടങ്ങി വരികയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലവർഷം ഇത്തവണ സംസ്ഥാനത്ത് നേരത്തെ എത്താൻ സാധ്യത. മെയ് 27-ഓടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ എത്തിയേക്കുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നിലവിൽ കനത്ത ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കാലവർഷം നേരത്തെ എത്തുന്നത് വലിയ ആശ്വാസമാവുമെന്ന് വിലയിരുത്തൽ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ രാജ്യത്ത് സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കാനും സാധ്യത. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ആംബുലൻസിന്റെ സേവനം അവതാളത്തിലാവുന്നതായി ആരോപണം. സ്ഥിരമായി ഡ്രൈവർമാരുടെ സാന്നിധ്യമില്ലാത്തത് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതായും വിവരങ്ങൾ. ശനിയാഴ്ചയും ആംബുലൻസിന്റെ സേവനം മുടങ്ങി. 4 ഡ്രൈവർമാരുള്ളതിൽ 2 പേർ സ്ഥിരം അവധിയിലെന്നും വിവരങ്ങൾ. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട ജനകീയ പ്രതിഷേധവും ഉയരുന്നു.